ഒരുപാട് ആരാധകർ അവിടെ ബിഗ് സ്ക്രീനിൽ ഈ മത്സരം കാണാൻ അവിടെ ഉണ്ടെന്നറിയാം. എങ്ങനെയായിരുന്നു അവർ ഈ മത്സരത്തിൽ ഓരോ പന്തിനോടും പ്രതികരിച്ചത്? ദിൽന, അങ്ങ് അഹമ്മദാബാദിലെ അതേ ആവേശം തന്നെയാണ് അനന്തപുരിയിലും. കാരണം രാജ്യത്തിന്റെ വിജയത്തിനപ്പുറം ഇന്ത്യ വിജയിച്ചാൽ അത് തിരുവനന്തപുരത്തുകാരുടെ വിജയം കൂടിയാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം സഞ്ജുവിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. വലിയൊരു പ്രകടനം തന്നെ സഞ്ജു കാഴ്ചവെച്ചു, അതിൽ യാതൊരുവിധ സംശയമില്ല. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ നടന്ന 2020 മത്സരത്തിൽ ഒരു കളി പോലും കളിക്കാൻ കഴിയാതെ കരക്കിരുന്ന സഞ്ജു ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ മുൻനിര ബാറ്റ്സ്മാനായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് തിരുവനന്തപുരത്തുകാർ ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ T20 മത്സരത്തിന് എത്തിയ അല്ലെങ്കിൽ ലോകകപ്പിന് തൊട്ടു മുമ്പുള്ള T20 മത്സരത്തിൽ എത്തിയ ന്യൂസിലൻഡ് ടീമിനെ ഇന്ത്യ നേരിട്ടത് അന്ന് വലിയ ആവേശമായിരുന്നു. സഞ്ജു വലിയ രീതിയിൽ പ്രതീക്ഷിച്ചു. പക്ഷേ അത്തരമൊരു പ്രതീക്ഷ വാനോളം നൽകാതെ സഞ്ജു മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇന്നിപ്പോൾ സഞ്ജു കത്തിക്കയറുന്നൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതാണ് ആ ഒരു ആവേശം. എന്തായാലും ഈ കാണികൾ വലിയ സ്ക്രീനൊക്കെ വെച്ച് തിരുവനന്തപുരത്തിന്റെ മുക്കും മൂലയിലും വലിയ രീതിയിലുള്ള ആവേശം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അവർ കൂടി നമുക്ക് പോകാം. എങ്ങനെയുണ്ട്? ഇന്ത്യ കപ്പ് നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ കപ്പ് നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഞ്ജുവിന്റെ തേരിലേറി ലോകകപ്പിൽ മുത്തമിടുന്നത് കാണാനാണ് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ സഞ്ജുവിന്റെ താണ്ഡവവും അതുപോലെ തന്നെ ഹിഷാന്റെയും അഭിഷേകിന്റെയും വെടിക്കെട്ടുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തുകാരുടെ വിജയം കൂടിയായിരിക്കും. തീർച്ചയായിട്ടും അതിന് അവസരമൊരുക്കി തന്ന VK പ്രശാന്തിനോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. എങ്ങനെയാണ് കളി? എങ്ങനെ നോക്കുന്നു? അല്ല, കളി കഴിഞ്ഞു ജയിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ജയിച്ചു. ന്യൂസിലൻഡിന്റെ മുൻനിര ബാറ്റ്സ്മാനെല്ലാം വീണ് കഴിഞ്ഞു. ഇനി 5 വിക്കറ്റാണ്. ഇനി ഒരു ബാറ്റ്സ്മാൻ കൂടെ, മിച്ചലും കൂടെ പുറത്തായാൽ ജയിക്കും. എന്തായാലും ജയിച്ചു. എന്തായാലും കുടുംബസമേതമാണ് ഓരോ ജംഗ്ഷനുകളിലും ഇത്തരം LED വാളുകൾ വെച്ച് കാണുവാൻ വേണ്ടി ഓരോരുത്തരും കുട്ടികളടക്കമുള്ളവരാണ് ആവേശത്തോടുകൂടി ഇവിടെ എത്തിയിരിക്കുന്നത്. മോനെ, എങ്ങനെയുണ്ട്? ഇന്ത്യ കപ്പിടും? ഉറപ്പാണ്. സഞ്ജു എങ്ങനെയുണ്ടായിരുന്നു? കിടിലൻ ബാറ്റിംഗ് ആയിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ അഭിമാനം കൂടിയാണ് സഞ്ജു, അല്ലേ? എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പറാണ്. ക്രിക്കറ്റ് കളിക്കോ? ഇടയ്ക്കിടെ കളിക്കും. സ്ഥിരമായിട്ട് കളിക്കണം കേട്ടോ. എങ്ങനെ കാണുന്നു? എവിടെ നിന്ന് വരുന്നു? ഞാൻ തിരുമലെന്ന് വരുവാണ്. കളി കാണാൻ വേണ്ടി കളി കാണാൻ വേണ്ടിട്ട് വന്നതാണ്. ഇങ്ങനെയാണ് നിൽക്കുന്ന ആവേശമാണ് ഓരോ ജംഗ്ഷനിലും. കാരണം അനന്തപുരിക്ക് കൂടി അഭിമാനം ഉണ്ടാകേണ്ടുന്ന ഒരു മത്സരമാണിത്. ഇന്ത്യ വിജയിച്ചാൽ അത് തിരുവനന്തപുരത്തുകാരുടെ വിജയം കൂടിയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും വലിയ ആവേശത്തോടു കൂടിയാണ് ഓരോ മുക്കിലും മൂലയിലും ഈ ഇന്ത്യ ന്യൂസിലൻഡ് T20 മത്സരത്തെ അല്ലെങ്കിൽ ലോകകപ്പ് ഫൈനലിനെ വീക്ഷിക്കുന്നത്. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.